സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതി ആദ്യം കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ആ നേരെ ചെന്ന് പെടുന്നത് സച്ചിയുടെയും അതുപോലെ രേവതിയുടെ മുന്നിലേക്കാണല്ലോ. രേവതി പറയുന്നുണ്ട് ഒരു മോന് കാർ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും ആരാണ് എന്താണെന്നൊന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയാണെങ്കിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. അത് സച്ചി ഉടനെ തന്നെ പിടിക്കുന്നുണ്ട്. അല്ല, ചെറിയ കുട്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ അന്ന് എന്റെ താലി പിരിച്ച് കൊടുക്കലിന് ഒരു അമ്മയും കുട്ടിയും വന്നിട്ടില്ലായിരുന്നോ? എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ആ പയ്യനാണ്. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇടിച്ചു, കണ്ണിനാണ് പരിക്ക് പറ്റിയത്. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത്? കയ്യിൽ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇവിടെ ആർക്കെങ്കിലും മേക്കപ്പ് ഇടാൻ വേണ്ടി വന്നതാണോ? സാധാരണ ഇവിടെ എല്ലാവർക്കും കെട്ടുമല്ലോ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കടയിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാണോ? ഒറ്റ മാസം കൊണ്ട് തന്നെ കട പൂട്ടിക്കെട്ടേണ്ടി വരും എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ഇല്ല, ഈ സാധനം മാത്രമാണ്, ഈ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീൽ സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അപ്പോൾ അങ്ങനെയാണല്ലേ, ഇതും നല്ല ഐഡിയ തന്നെയാണ്. അല്ല, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഒരു തൊഴിലധിപരില്ലേ, അവൻ വന്ന് ചെയ്യില്ലേ? ചെയറിനകത്ത് ഗമ്മിട്ട് ഒട്ടിച്ചതുപോലെ അവിടെ തന്നെ ഇരിക്കുവാണോ? എന്തായാലും അവൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ള കാര്യം. അത് കേട്ട ഉടൻ തന്നെ രേവതി ശ്രുതിയുടെ അടുത്ത് നല്ല കാര്യമാണ്, ചെറിയ സാധനം കൊടുത്തിട്ട് നമ്മുടെ കടയിൽ നിന്ന് വലിയ സാധനം മേടിക്കുന്നു. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും പോകുന്നുണ്ടോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ പോകുന്നുണ്ടെന്ന് പറയണേ. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കട ഉടനെ തന്നെ ഡെവലപ്പായിട്ട് വരുമല്ലോ. ഇപ്പോഴാണ് രേവതി എനിക്കൊരു വിശ്വാസം വന്നതെന്നുള്ള കാര്യം പറയണേ. അത് എന്ത് വിശ്വാസം എന്ന് രേവതി ചോദിക്കുമ്പോൾ അല്ല, അച്ഛന് കിട്ടാനുള്ള 50 ലക്ഷം രൂപ തിരികെ വരും എന്നുള്ള കാര്യം. അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ വാർഡിൽ ആൾക്കാരുണ്ടോ രേവതി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആൾക്കാരുണ്ട്, ആ പയ്യനും ഈ വാർഡ് തന്നെയുള്ളെന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ശരി എന്നാൽ ഞാൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴേക്കും പൗഡർ എടുത്തി ഒന്ന് നിന്നേ എന്താന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഇത് ശരിയല്ലല്ലോ എന്നുള്ള കാര്യം പറയണേ. എന്ത് ശരിയല്ല എന്ന്? അല്ല, നിങ്ങളുടെ സാധനങ്ങൾക്ക് മാത്രം മാർക്കറ്റിംഗ് ചെയ്താൽ മതിയോ? നീ ജഗ് കൊടുക്കുന്ന എല്ലായിടത്തും എന്റെ കാർഡും കൂടി കൊടുക്ക്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർക്ക് കാറ് വേണ്ടി വരുമല്ലോ, അപ്പോ എന്റെ കാറും ബുക്കാവും, മേടിക്കെന്ന് പറഞ്ഞിട്ട് സച്ചി നീട്ടുന്ന സമയത്ത് ശ്രുതി അത് മേടിക്കുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ വീട്ടിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. എന്താ ശ്രുതി, നീയും വരുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നത്, എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അയ്യോ രേവതി, നീ ഭയങ്കര ടയേർഡാണല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അവർക്ക് ഈ നാട്ടിൽ അറിയുന്നവർ വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്ത് ഇതിന്റെ ജോലി നോക്ക്, പൗഡർ എടുത്തിന്റെ ജോലി നോക്ക്, വാ രേവതി നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ശ്രുതി നേരെ ആദ്യക്ക് അരികിലേക്ക് ചെല്ലുന്നത്. അരികിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എടാ നോക്കടാ, നിന്റെ ആന്റി വന്നിരിക്കുന്നു, നീ ഒന്ന് നോക്കടാ, എനിക്ക് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ശ്രുതി. കല്യാണി കരയല്ലേ, അവന് മയക്കം മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്താ അമ്മയ്ക്ക് ഇവനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാ തവണയും പോലെ തന്നെ അവൻ അവന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാണ്, ഒരു വണ്ടിക്കാരൻ വന്നിട്ട് ഇടിച്ചിട്ട് പോയതാണ്, വണ്ടി നിർത്താണ്ട് പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ ചെറിയ പയ്യനല്ലേ അവൻ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാകും, കണ്ണിൽ ഇത്ര വലിയ കെട്ടൊക്കെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കല്യാണി നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കണ്ണിന് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസത്തിനകം കെട്ട് അഴിക്കാന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നത്, എന്റെ ജീവിതത്തെ കുറിച്ച് ഓർക്കാതെ അമ്മ ഒരു കെണിയിൽ എന്നെ കൊണ്ടുപോയിട്ട് ചാടിച്ചതാണ്, ഇപ്പോഴാണ് ഞാൻ അതിൽ നിന്നൊന്ന് കരകയറി വരുന്നത്. എന്റെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ചെയ്തതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നാ എന്റെ മകനെ എനിക്ക് അങ്ങനെ കരുതാൻ വേണ്ടി പറ്റില്ല. ഇതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഞാൻ ജീവിച്ചിരുന്നിട്ടും അവനെ അനാഥയെ പോലെ വിട്ടു കളഞ്ഞല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലാണ്. എന്ത് ചെയ്യാനാണ്, സാഹചര്യം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തു മോളെ, നീ കരയൊന്നും വേണ്ട, അവന് ഒന്നും പറ്റിയിട്ടില്ല. അല്ല നീ ഇങ്ങോട്ട് കയറി വന്നില്ലേ, സച്ചിൻ രേവതിയും കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെ ഞാൻ കണ്ടു,
കെറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒപ്പിച്ചു എന്നുള്ള കാര്യം പറയാനുണ്ട് ശ്രുതി. അപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞ് വേദനിപ്പിക്കാന്നുള്ള കാര്യം നീ വിചാരിക്കരുത്. പണ്ടത്തെ പോലെ എനിക്ക് ഇവനെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒറ്റയ്ക്ക്. എന്റെ ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ, ആ സുഖമില്ലായ്മ കൊണ്ട് ഞാനൊന്ന് മയങ്ങിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ പറ്റിയത്. ഇനി എത്ര നാളാണ് ഞാൻ ജീവിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ ജീവിതം അവസാനിച്ചതിന് ശേഷം ഇവന് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഉടനെ തന്നെ ആദ്യയെ കുറിച്ചിട്ട് നിന്റെ വീട്ടിൽ പറയാനുള്ള വഴി നോക്ക് കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് വിമല കല്യാണിന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് കല്യാണി ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഉടനെ തന്നെ സച്ചിൻ രേവതി ഇങ്ങോട്ട് വരും. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. നൈറ്റ് വേണമെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോൾ നിന്റെ വീട്ടിലൊന്നും പറയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒപ്പിച്ചോളാം, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകാൻ ഇറങ്ങുവാണ്. അതിന് മുമ്പായിട്ട് ആദ്യയെ തൊട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കെറ്റിലും എടുത്ത് കല്യാണി അവിടുന്ന് പോവാണ്. ഇനി സച്ചിൻ രേവതിയും കൂടി ക്യാൻറ്റീനിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് വരുന്ന സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടൻ പോയിക്കോളൂ, ഞാൻ അവരെ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും നിന്നെ നോക്കാൻ ഒരാൾ വേണം, അപ്പോഴാണ് നീ അവരെ നോക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ച് വരുമ്പോഴാണ് ശ്രുതി അതുവഴി പോകുന്നത്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി. ശ്രുതി, നീ വന്ന കാര്യങ്ങളൊക്കെ നടന്നോ എന്നുള്ള കാര്യം ചോദിക്കും. എന്ത് നടന്നെന്ന് ചോദിച്ചു പോവാണ് കേട്ടോ ശ്രുതി അറിയാതെ. അല്ല, നിന്റെ ജോലിയൊക്കെ നടത്തിയോ? ആ, അതൊക്കെ കഴിഞ്ഞു. ശ്രുതി, നീ കണ്ടോ ആ പയ്യനെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ കണ്ടു, അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴേക്കും രേവതി പാവാണ്, അവര് എങ്ങനെയാണ് കണ്ണിൽ അടിപ്പെട്ടെന്നുള്ള കാര്യം അറിയില്ല. ആ അമ്മ ഒരുപാട് കരഞ്ഞു, തനിയെ ആ പയ്യനെ വളർത്തുന്നതല്ലേ? ആ ശരിയാണ്, അവരുടെ കൂടെ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്കറിയുന്നത്? അല്ല, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോ പറഞ്ഞതാണ്. ആ കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും അവന് ആന്റി ഉണ്ടെന്നുള്ള കാര്യമല്ലേ അവര് പറഞ്ഞെന്നുള്ള കാര്യം സച്ചി വെക്കുന്നുണ്ട്. ആ ഉണ്ട്, അവള് ദുബായിലാന്നല്ലേ പറയുന്നത്. വയസ്സായ ആളെയും അതുപോലെ ആ പയ്യനെയും തനിയെ വിട്ടിട്ട് അവള് ദുബായി പോയിട്ട് എന്താണോ അവ സമ്പാദിക്കുന്നത്? ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും അവരവരെ കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. ആ പെണ്ണ് തനിയെ ജോളിയായിട്ട് ചുറ്റിക്കറങ്ങാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ പോകുന്നില്ലെന്ന് കുറച്ച് ദേഷ്യഭാവത്ത് ചോദിക്കുമ്പോൾ അതെന്തിനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അല്ല, രേവതിക്ക് പനിയല്ലേ, അപ്പോ പോയിട്ട് റെസ്റ്റ് എടുക്കണ്ടേ? ഇല്ല ശ്രുതി, ഞാനെന്തായാലും ആ കുട്ടി കണ്ണു തുറക്കട്ടെ, കെട്ടൊക്കെ കഴിച്ചതിന്റെ ശേഷം മാത്രമേ പോകുന്നുള്ളൂ. അവരാണെങ്കിൽ തനിയെ നിൽക്കുമല്ലേ. ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ രേവതി. കാരണം രേവതിയും അതുപോലെ തന്നെ സച്ചിയും അവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമല്ലേ അവൾക്ക് അവിടെ ചെന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ആദ്യം ആ ദുബായിലുള്ള പെണ്ണിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. അമ്മയും അതുപോലെ തന്നെ ആ പയ്യനാണോ പ്രധാനം, അല്ലെങ്കിൽ അവൾക്ക് കാശാണോ പ്രധാനം? അതിനെ പിടിച്ചിട്ട് നാലെണ്ണം കൊടുക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മട്ടിൽ നോക്കാട്ടോ ശ്രുതി. അവര് പുറത്ത് പോയിട്ട് ജോലി എടുത്താൽ മാത്രമല്ലേ ഇവരെ നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എന്താ പുറനാട്ടിൽ പോയാൽ മാത്രമാണോ ജോലി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഇവിടെ ജോലിയൊന്നും ഇല്ലെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും അതെന്തിനാ നീ അന്വേഷിക്കുന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ. ശ്രുതിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദേഷ്യമാണ് കേട്ടോ ശ്രുതി പുറത്തേക്ക് കാണിക്കുന്നത്. പക്ഷെ പറഞ്ഞതിന് ശേഷമാണ് ശ്രുതി ഒന്ന് ആലോചിക്കുന്നത്. സച്ചിയുടെ രേവതിയുടെ നോട്ടം കാണുമ്പോഴേക്കും ശ്രുതി ടോപ്പിക്ക് മാറ്റുകയാണ് കേട്ടോ. അല്ല, ഇത് മറ്റൊരാളുടെ വിഷയമല്ലേ, അതില് നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് എന്നുള്ള രീതി ചോദിച്ചതാണ്. എന്തായാലും നിങ്ങൾ രേവതിയും കൂട്ടിയിട്ട് പോയിക്കോളൂ, നിങ്ങൾക്ക് ജോലി ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ശ്രുതി, ഞങ്ങൾക്ക് എന്ത് ജോലിയാ ഉള്ളത്? ഞങ്ങൾ ദിനക്കൂലിക്കാരല്ലേ. ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം ജോലി ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിട്ട് മാറും. നീ പോയിട്ട് നിന്റെ ജോലി നോക്കുക എന്ന് പറയാണേ. കിട്ടിയ അവസരം നമ്മുടെ രേവതി മുതലെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ശരിക്കും നാണക്കേടാവുന്നുണ്ട് ശ്രുതിക്ക്. സച്ചിക്കാണെങ്കിൽ ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല. സച്ചി ചിരിക്കുന്നതൊക്കെ ശ്രുതി കാണുന്നുണ്ട് കേട്ടോ. ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുമ്പോഴേക്കും, അല്ല ഇനിയിപ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ, വേറെ ഹോസ്പിറ്റലിൽ നോക്ക്, പിന്നെ കൊടുക്കുന്ന സമയത്ത് എന്റെ കാർഡ് കൂടി ചേർത്ത് കൊടുക്കണമെന്നൊക്കെ സച്ചി കളിയാക്കി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടുന്ന് വിടുന്നത്. ശ്രുതി പോയി കഴിഞ്ഞ ശേഷം രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, രേവതി നീ ആള് കൊള്ളാലോ, അന്ന് വീട്ടിൽ വെച്ചിട്ട് അവൾ പറഞ്ഞത് ആ മനസ്സിൽ വെച്ചുകൊണ്ട് നീ കറക്റ്റ് അവൾക്ക് തിരിച്ചടി കൊടുത്തല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ച് പറഞ്ഞൊന്നുമല്ല, സാധാരണ പോലെ പറഞ്ഞ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ടെങ്കിലും എന്തായാലും നീ അവൾക്ക് കറക്റ്റ് മറുപടി കൊടുത്തു എന്ന് പറയുമ്പോൾ അന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നിയായിരുന്നു. അത് വിട്ടേക്ക് രേവതി, എന്തായാലും നീ അതിന് പറ്റിയ മറുപടി അവൾക്ക് കൊടുത്തില്ലേ, വാ ഉള്ളിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് രേവതിയെ പിടിച്ചുകൊണ്ട് സച്ചി ഉള്ളിലേക്ക് കയറുവാണ്.